നീ അവനെ തൃപ്തിപ്പെടുകയും വേണം എന്ന് വെച്ചാൽ നമ്മുടേതായ ഒരു പാരമ്പര്യത്തിൽ ഉണ്ടാകാനുള്ള ശ്രമം നമ്മൾ നടത്തണം. പരാജയപ്പെട്ടാലും പരാജയപ്പെട്ടില്ലെങ്കിലും നമ്മളൊരു ശ്രമം നടത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായി കാണുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ ആദർശത്തിന് മാത്രമാണ് ഞാൻ മേൽപ്പറഞ്ഞ വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ കഴിയുകയും ആ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ദീർഘവീക്ഷണവും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ നേതൃമഹിമയും KMCD സാഹിബിന്റെ ദൈക്ഷണിക ബോധവും സിയത്ത് മുഹമ്മദ് കോയ സാഹിബിന്റെ ഭരണ നൈപുണ്യവും ബി പോക്കർ സാഹിബിന്റെ അവകാശബോധവും മർഹൂം ഗുലാം മുഹമ്മദ് ബനാത്തുവാല സാഹിബിന്റെ പ്രഭാഷണ വൈദഗ്ധ്യവും റഹീം മെച്ചേരിയുടെ എഴുത്തും MI തങ്ങളുടെ ചരിത്രബോധവും നമ്മൾ നിർമ്മിച്ചെടുത്ത രാഷ്ട്രീയ ബോധമാണ്. കണ്ണൂർ ജില്ലയിൽ ജനിച്ച് ഐക്യരാഷ്ട്രസഭ ഇതുവരെ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ഈ അഹമ്മദ് സാഹിബിന്റെ വിശ്വോത്തര വ്യക്തിത്വം നമുക്ക് ഊർജ്ജമാണ്. MSFന്റെ എക്കാലത്തെയും മികച്ച പ്രസിഡന്റ് മർഹൂം ഹബീബ് റഹ്മാന്റെ സംഘാടന മികവ് നമുക്ക് വഴിവെളിച്ചമാണ്. അങ്ങനെ മുന്നോട്ട് നയിച്ചിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും നമ്മുടെ പഴയ കാലങ്ങളിൽ സയ്യിദ് പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങളുടെ സർവസമ്മതി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മാനവിക ബോധം, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ജീവിത വിശുദ്ധി നമുക്ക് മുന്നോട്ടുള്ള ഊർജ്ജമാണ്. അങ്ങനെ മുൻകഴിഞ്ഞ നേതാക്കന്മാർ സമ്മാനിച്ച മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരുടെ രക്തസാക്ഷിത്വം, അരീരി ശുക്കൂറിന്റെ, കൂത്തുപറമ്പിലെ മൻസൂറിന്റെ, നാദാപുരത്ത് അസ്ലമിന്റെ, മണ്ണാർക്കാട്ട സഫീറിന്റെ, അങ്ങനെ പൂർവികന്മാരായ നമ്മുടെ പാതിവയിൽ വെച്ച് നമ്മൾ ഇന്ന് ഈ പതാക കൈമാറി വിട പറഞ്ഞ എല്ലാവരും നമുക്ക് ഊർജം നൽകിയ നമ്മുടെ പ്രിയങ്കരന്മാരായ നേതാക്കന്മാരാണ്. അവർ ഉയർത്തിപ്പിടിച്ച ഈ രാഷ്ട്രീയം ഏത് വെല്ലുവിളി നേരിടുമ്പോഴും ആ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഒരു പതാകയും ഒരു ആശയബോധവും എന്റെ പ്രസ്ഥാനം എനിക്ക് സമ്മാനിക്കും. അത് മുറുകെ പിടിച്ചുകൊണ്ട് 75 വർഷം മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പം സംഭവിച്ചപ്പോഴും ചെന്നൈ നഗരിയിലെ ദയാമൻസിലിന്റെ മുറ്റത്ത് നിന്നിറങ്ങി രാജാജി ഹാളിന്റെ ഉള്ളിൽ മഹാനായ ഖായിദെ മില്ലത്ത് ഒരു പ്രതീക്ഷയുടെ ചെടി നട്ടിട്ടുണ്ട്. അന്ന് പറഞ്ഞവരൊക്കെ പരിഹസിച്ചവരൊക്കെ തിരിഞ്ഞു നടന്നിട്ടുണ്ട്. ആ ചെടി വളർന്നിട്ടുണ്ട്, അതൊരു മരമായിട്ടുണ്ട്, അത് വലിയ വൃക്ഷമായിട്ടുണ്ട്, അത് തണലായിട്ടുണ്ട്, അത് കായ്ക്കനികൾ നൽകുന്നുണ്ട്, അത് മഹാവടവൃക്ഷമായി എക്കാലത്തും ഉണ്ടാവും. ഇനിയൊരു മരമുണ്ടാക്കേണ്ട പണിയില്ല. അത് ഉണങ്ങാനുള്ള സാധ്യതയും അത് ഉണങ്ങിപ്പോകാതിരിക്കാൻ അല്പം വെള്ളമൊഴിച്ചു കൊടുക്കുന്ന പണി ഈ വെല്ലുവിളി നേരിടാൻ ഞാനും നിങ്ങളും നിർവഹിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് പ്രവാസി ലീഗിന്റെ ഈ സംരംഭത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്.